ഈ ഏലസ് കാണുമ്പോ ഇത്താക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുണ്ട് ഉള്ളേ. അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് മോനെ. 1211 പഞ്ഞമാസം 14 കൊച്ചിയിലെ ബോട്ടിയെട്ടി നാണ് മോനെ ആ കപ്പൽ പുറപ്പെടാൻ തുടങ്ങിയത്. കപ്പലിൽ പോകേണ്ട യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കപ്പൽ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ജെട്ടി വിട്ടുപോകുന്നതായിരിക്കും. വിട്ടുപോയാൽ അമ്മച്ചിയാണ് ഇത് തിരിച്ചടിപ്പിക്കാൻ പറ്റില്ല. വേറെ ഒരു അറിയിപ്പുണ്ട്. യാത്രക്കിടയിൽ കപ്പൽ നിന്നുപോയാൽ യാത്രക്കാർ ഇറങ്ങി തള്ളിത്തരേണ്ടതാണ്. കൂടാതെ കപ്പലിൽ വെച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ കപ്പിത്താൻ തപ്പിത്തരും. സുൽത്താൻ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാ. അവര് വന്നാലേ പോകാൻ പറ്റൂ. പറഞ്ഞു തീർന്നില്ലേ? അവരെത്തില്ലോ. അവര് വന്നു. മുന്നിൽ വരുന്നത് ഒരു സുൽത്താനാണല്ലോ. ഞങ്ങളുടെ രാജകുടുംബത്തിന്റെ സീറ്റൊക്കെ റെഡിയല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാ. അവിടെ നിങ്ങൾ കയറുവാ, നമുക്ക് മുകളിലേക്ക് പോകാം. നിങ്ങളെ കയ്യെ പിടിക്കട്ടാതെ, ഞാൻ കയറുവാനേ. നിങ്ങൾ സിഗ്നൽ തരാതെ ഞാൻ എങ്ങനെ കപ്പൽ ഓടിക്കും? എന്നാ ഞാൻ സിഗ്നൽ തന്നിരിക്കുന്നു. കപ്പലിന്റെ കെട്ടഴിച്ചു ഫ്രാങ്ക്, കെട്ടഴിച്ചു വിട്ടെ. കപ്പൽ പോട്ടെ. ടിൻഡിങ്, കപ്പൽ പോട്ടെ. കപ്പൽ ഇവിടെ ആള് കയറാനുണ്ട്. കോടി മാറ്റില്ലേ? അങ്ങനെ ഞങ്ങള് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങി. ഏതാണ്ടൊരു വലിയ പെരുന്നാളിന്റെ പ്രതീതിയാർന്നു ഉള്ളേ. നിങ്ങളുടെ കൂടെ ഒരു മുറച്ചിറക്കനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, മിസ്റ്റർ ഹൈദ്രോസ്. അവരാളെങ്ങനെയായിരുന്നു? വൃത്തികെട്ടവൻ. അവനെ പോലൊരു ബടക്ക് ഈ ദുനിയാവിലുണ്ടാവൂല. നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കള്. നമ്മക്ക് നിക്കാഹ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അഭ്യാസക്കാർച്ചല്ലോ കുത്തി കൊടുന്നെടുപ്പിച്ചോ. ഇടയ്ക്കേറ്റാ മോറ, എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്നേ. കപ്പലിന്റെ മോളിൽ നിന്ന് ചാടി ചാവും. കപ്പലിന്റെ മുകളിൽ ചാടിച്ചാവാൻ പോകുന്നത്. പഠിച്ചോരെ ചാടില്ലേ, ചത്തുപോകും. നിങ്ങൾ ഇങ്ങോട്ട് പറയണ്ട, നമ്മൾ ചാടും ചാടും. ചാടില്ലേ ചാടില്ലേ, എന്നോടാണ് പറഞ്ഞത് ചാടില്ലേന്ന്. ചാടരുത്. ഞാൻ ചാടി, നിങ്ങൾക്ക് എന്താ നഷ്ടം? നീ ചാടിയ നമ്മളും ചാടും. അതെന്തിനാ? എനിക്ക് നിന്നോട് ഐ ലവ് യു. എന്റെ നിക്കാഹ് ഉറപ്പിച്ചേക്കാണ്. എന്നാലും ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ. ഇങ്ങോട്ട് കയറി വരാൻ. നിങ്ങൾ എന്റെ കൈമ പിടിച്ചോളാം. ഇങ്ങോട്ട് കയറിക്കോ. എന്നാ കൈമ മുറുക്കി പിടിച്ചോ. എന്ത് കനം കൊണ്ടാണ് ഇങ്ങോട്ട് കയറി വേണ്ടി കൃഷ്ണൻ രാധയെ സ്നേഹിച്ച പോലെ, നളൻ ദമയന്തിയെ സ്നേഹിച്ച പോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ അന്നെ സ്നേഹിക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കാദറിനെ സ്നേഹിച്ച പോലെ, ട്യൂഷന് പോയപ്പോ ഞാൻ നാസറിനെ സ്നേഹിച്ച പോലെ, ടൈപ്പിന് പോയപ്പോ സത്താറിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ കര പ്രേമിക്കുന്നു. പഠിച്ചോനെ. കപ്പൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കപ്പയ്ക്കും കഞ്ഞിക്കുമുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. ഇപ്പൊ തന്നെ വാങ്ങേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ പപ്പപ്പ പറയരുത്. ആഹാ എടി, നീ ഇവന്റെ കൂടെ ചുറ്റടിച്ചടക്ക. മര്യാദക്ക് വാടിവിടാ. ഓടിക്കോ. എടി നിക്കണവിടെ, നിക്കാനാ പറഞ്ഞത്. നമ്മള് നിക്കൂല. എടി അവന് എനിക്ക് അധികം ഓടാനുള്ള സ്റ്റാമിന ഇല്ലാട്ടാ. എടി നീ ഇങ്ങോട്ട് വാ, നമുക്ക് ആ എഞ്ചിൻ റൂമിലേക്ക് ചാടാന്ന്. എഞ്ചിൻ റൂമിനകത്ത് ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല. നീ ഇങ്ങോട്ട് വാ, നമുക്കൊരു പണി. എവിടെ കിടന്ന് തുപ്പി കളിക്കാം. തുപ്പി കളിക്കണം? അതെങ്ങനെ? ഇങ്ങനെ നമ്മള് മോളിൽ നിന്ന് താഴത്തേക്ക് ഇതിങ്ങനെ തുപ്പണം. അങ്ങനെയല്ല തുപ്പണം, നമ്മള് തുപ്പി കാണിച്ചു തരാം. അല്ല, നമ്മുടെ മുഖത്തേക്ക് തുപ്പല്ലേ. ഗോഡവണിൽ നിന്ന് ഓടിച്ചിട്ടിട്ട് ഇവറ്റങ്ങൾ കപ്പന്റെ മുമ്പിൽ വന്ന് പിന്നെയും പ്രേമിക്കുക. അവരെ ശല്യം ചെയ്യില്ലേ. ഒന്നിനെ അവര് പ്രേമിക്കണ കണ്ടുകൊണ്ട് നിൽക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. കടലിൽ കൂടി ഇതേ ഒരു തെർമോക്കോൾ ഒഴുകി നടക്കുന്നു. എവിടെ? ഈശ്വര, തെർമോക്കോൾ അല്ലട തെണ്ടിയത്. മഞ്ഞുമല മഞ്ഞുമല ഐസ് കെട്ടാന്ന് കേട്ടില്ലേ? കപ്പല് തിരിക്കടാ, കപ്പല് തിരിപ്പിടിക്കാൻ. കപ്പിത്താനെ, കപ്പലിന്റെ പ്രൊപ്പലർ ഒടിഞ്ഞു. അപ്പൊ നീ കപ്പല് മുന്നോട്ട് പോവില്ലേ? ഒരടി മുന്നോട്ട് പോവില്ല. എന്നാ റിവേഴ്സ് എടുക്കണ തെണ്ടി. എന്താ ഒരു കൂറ്റൻ സൗണ്ട് കേട്ടത്? കപ്പലിന്റെ അടിത്തട്ടിന്റെ വെടിക്കെട്ട് തീർന്നു. അയ്യോ, ലോ ക്ലാസ്സിൽ വെള്ളം കയറി. ക്യാപ്റ്റൻ, എന്റെ മകൻ ജീവൻ മുകളിലേക്ക് പോണോ? നിങ്ങളുടെ മകൻ ജീവൻ മാത്രല്ല മുകളിലേക്ക് പോണത്, എല്ലാവരുടെയും ജീവൻ ഇപ്പം മുകളിലേക്ക് പോകും.
ഇപ്പൊ എല്ലാവരും കപ്പലിന്റെ മുകളിലേക്ക് പോ. ഇനി ആമിന എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടണം കണ്ട. നിക്കാതെ മഞ്ഞിക്കാ കഴുത്തിൽ തീരുള്ള മനുഷ്യൻ ഓടിക്കോ. ഓടണടാ, നിക്കട പറഞ്ഞ് നിക്കാൻ പാപ്പയ്ക്ക് വിളിക്കണോടാ പന്നി. ഇവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പൂട്ട്. മര്യാദക്ക് നടക്കണ. എന്റെ ജാഫിനെ കൊണ്ടാവില്ലേ? നീ മിണ്ടരുത്. ജാഫിനെ പൂട്ടല്ലേ? എന്താ കുത്തി കൊള്ളെടുക്കില്ല. പൂട്ടല്ലേ? എന്റെ അടുത്ത് വിശക്കട്ടെ. പറച്ചാലേ ഈശ്വരാ, കപ്പലിന്റെ സകല ഇടപാട് തീർന്നെന്ന തോന്നണേ. രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ടോ? എടി ആമ്പല കപ്പൽ മുങ്ങാറായി. മര്യാദക്ക് ആ ബോട്ടിൽ കയറ്, നമുക്ക് രക്ഷപ്പെടാം. എടി ഞാൻ പറയുന്നത് കേൾക്കണം. എടി കുതിരണ്ണ എടി അവിടെ നിൽക്കാൻ. കപ്പല് പോയോ വെള്ളം കയറിയില്ല എന്റെ ജാഫറിക്കാൻ്റെ. പടച്ചോനെ, നിങ്ങൾ ഏത് മുറിയില്ല? റബ്ബില്ലാനായി തമ്പുരാനെ ഇവിടെ നിറച്ച് വെള്ളം. അല്ലാ, ഉമ്മ ഉമ്മ ഉമ്മ. ഈ നേരത്തെ ഉമ്മ തരില്ലേ? അതല്ല പറഞ്ഞ ഉമ്മ ഈ പോയിന്നാ പറഞ്ഞ. ഈ ബലക്ക് ഞാൻ അങ്ങനെ പൊട്ടിക്കും. താഴത്തൊരു കോടാലി ഇറക്കണ്ട, വെട്ടി പൊളിക്ക്. എന്നാ നീട്ടി പിടിക്കുവാൻ കൈ. വെട്ടില്ല അതിക്കും റിവേഴ്സിലോക്ക്. റിവേഴ്സിലോക്കാ നാടകം ഇങ്ങോട്ട് നീട്ടി പിടിക്കുവാൻ. ഒന്നില്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ബലങ്ങ്. റബ്ബില്ലാനായി തമ്പുരാനെ കിടക്കുന്ന സവാള. പടച്ചോനെ, വിലങ്ങ് പൊട്ടി രക്ഷപ്പെട്ടു. വിത്തോടിയിൽ ഇപ്പൊ വായിലും മൂക്കിലും വെള്ളം കയറി ഓടിക്കോ. അല്ലോ പോവല്ലേ വെച്ചാൽ ഞാനും പറഞ്ഞു. പ്രിയ കുഞ്ഞാടുകളെ, എല്ലാവരും കൂടി എന്റെ കൈകളിൽ തൂങ്ങിയാലോ എന്റെ ബാലൻസ് തെറ്റും. വിടു കുഞ്ഞാടുകളെ, വിട കുഞ്ഞാടുകളെ. എല്ലാവരും കൂടി ഉന്തി തള്ളി കപ്പലിന്റെ മുകളിൽ കയറിയ കപ്പലോടിയും. ആമിന കപ്പലിന്റെ കമ്പിയും പത്തുണ്ടിച്ചോ കേറിക്കോ. നമ്മൾ പിടിച്ചെടുക്കാ. കയറി പോരെ. കപ്പലിന്റെ മുൻവശം പൊങ്ങി. ഇപ്പൊടിയും. അല്ലോ പൊടിയല്ലേ, ഇതിപ്പൊടിയും. എന്തൊരു തണുപ്പ്. ഈ ഒരു കാര്യം ചെയ്യും, ആ പൊള്ളിന്റെ പലകേമ കയറി കിടന്നോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നീന്തി അടിച്ചിരുന്നോളാ. ഇത്ര നേരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞില്ല. എണ്ണ മിണ്ടാത്ത ഉറങ്ങിപ്പോയ പൈസ നിൽക്കുന്ന ആദ്യമായിട്ട് കണ്ടു. ഇങ്ങനെ മയ്യത്തായി തോന്നണേ. എവിടെയെങ്കിലും ബോഡിയുണ്ടോ? ചത്തവരിൽ ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ കൈപൊക്കുക, രക്ഷപ്പെടുത്തോ. Anybody here? ദുരന്തത്തിൽ മരിച്ചു കിടന്നേച്ച ഒരു ബലൂൺ കച്ചവടക്കാരന്റെ വായയിലെ പീപ്പി അയാൾ കാണാതെ കട്ടെടുത്തോടി. ഞാൻ ബോട്ടുകാരുടെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു.